എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 5 പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചുള്ള സൂചനകളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 35ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എറണാകുളം, ഇടുക്കി. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ളത്. കുറവ് ഇടുക്കിയിലുമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 7. കേരളത്തിൽ നിന്നും 7 കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ബ്രഹ്മപുത്ര, ഗാംഗ്ര. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ സുബാൻസിരി, ലോഹിത്, മനാസ്, ടീസ്റ്റ എന്നിവയാണ്. സുബാൻസിരി, ലോഹിത്, മനാസ്, ടീസ്റ്റ. ഗംഗയുടെ പോഷക നദിയാണ് ഗാംഗ്ര. ഗംഗയുടെ പോഷക നദിയാണ് ഗാംഗ്ര. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? ഓപ്ഷൻ എ ആണ് ആൻസർ. രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലത്തിൽപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, വടക്ക് നിന്ന് തെക്കോട്ട് ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാണ്ഡ്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. കാണ്ഡ്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം എന്നിങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക്, വടക്ക് നിന്ന് തെക്കോട്ടുള്ള ക്രമീകരണം. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഓപ്ഷൻ എ ആണ് ആൻസർ. മഹാനദി. മഹാനദിയുടെ സവിശേഷതകളാണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ്. പോഷക നദികൾ പെൻഗംഗ, ഇന്ദ്രാവതി, പൂർണ, പ്രാൺഹിത, മഞ്ചീര, ശബരി എന്നിവയാണ്. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന്. പോഷക നദികൾ പെൻഗംഗ, ഇന്ദ്രാവതി, പൂർണ, പ്രാൺഹിത, മഞ്ചീര, ശബരി. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന, ഘട്ടപ്രഭ, മാലപ്രഭ, വർണ്ണ. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന, ഘട്ടപ്രഭ, മാലപ്രഭ, വർണ്ണ. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. കാവേരിയുടെ ഉത്ഭവം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. പോഷക നദികൾ കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കാവതി. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. കാവേരിയുടെ ഉത്ഭവം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. പോഷക നദികൾ കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കാവതി. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കോറമണ്ടൽ തീരസമതലം.
കോറോമണ്ഡല തീരം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം, മലബാർ തീരസമതലം എന്നിവയാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് സിൽവർ മെഡലാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പോളണ്ട്, ഉക്രൈൻ. പോളണ്ടും ഉക്രൈനുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. 44ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3, 4 എന്നിവ ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് എന്നതാണ് ശരിയായി വരേണ്ടത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് പാറാട്ടുകോണം.